ഹോളിവുഡിലെ ക്രൈം ത്രില്ലർ സിനിമകളിൽ സീരിയൽ കില്ലറായിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെക്കുന്നവർ, ഓരോ നിശ്ചിത ഇടവേളകളിൽ നടത്തുന്ന അരുംകൊലകൾ, കൊലപാതകത്തിന് സമാന സ്വഭാവം. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയും ആലപ്പുഴ പള്ളിപ്പുറത്തെ സ്ത്രീകളുടെ തിരോധാനവും സിനിമകളെ വെല്ലുന്ന കഥകളാണ്. 2 പതിറ്റാണ്ടുകൾക്കിടെ നടന്ന കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട്. പള്ളിപ്പുറത്തെ ഒരൊറ്റ വീടും സെബാസ്റ്റ്യൻ എന്ന സൈക്കോ കില്ലറെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെങ്കിൽ ധർമ്മസ്ഥലയിലെ സാഹചര്യം സങ്കീർണമാണ്. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ ആരുടേതായിരിക്കും? അയാൾ കൂടുതൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ? ഇതോടൊപ്പം ധർമ്മസ്ഥലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൂടി അറിയണം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിൽ 6 അസ്ഥി കഷ്ണങ്ങൾ. കുളം വറ്റിച്ച് നടത്തിയ തിരച്ചിലിൽ വസ്ത്രങ്ങളും ലേഡീസ് ബാഗും. സമീപത്തെ മരത്തിൽ കൊന്ത. ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയ ഈ അസ്ഥി കഷ്ണങ്ങൾ ആരുടേതാണ്? ബിന്ദുവിനെയും ജൈനമ്മയെയും ഐഷയെയും കൊലപ്പെടുത്തി ഇവിടെയാണോ കുഴിച്ചിട്ടത്? സിന്ധു എന്ന ബിന്ദുവിനെയും സെബാസ്റ്റ്യൻ തന്നെയാണോ കൊലപ്പെടുത്തിയത്? 4 സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ ക്രൈംബ്രാഞ്ച് നിർണായക നീക്കങ്ങളിലേക്ക് കടന്നതോടെ സെബാസ്റ്റ്യന് കുരുക്കുമുറുകുമോ? സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ്റെ വീടിനകത്തു നിന്ന് രക്തക്കറകളുടെ കൂടുതൽ സാമ്പിളുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. പ്രധാനമായും കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഇവിടേക്ക് എത്തിയതെങ്കിലും പള്ളിപ്പുറം എന്ന ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് 4 സ്ത്രീകളുടെ തിരോധാനമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് കോട്ടയം ആലപ്പുഴ ജില്ലകളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. 2006 കാണാതായ ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ പിന്നീട് കാണാതായ ആയിഷ എന്ന സ്ത്രീ, ഇതിനിടയിൽ തന്നെ 2024 ജൈനമ്മ എന്ന സ്ത്രീ, അവരുടെ തിരോധാനം നടക്കുന്നു. ഒപ്പം തന്നെ അതിനിടയിൽ സിന്ധു എന്ന് വിളിക്കുന്ന ബിന്ദു എന്ന സ്ത്രീയുടെ തിരോധാനവും ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ രാവിലെ തന്നെ അന്വേഷണ സംഘം ഇവിടെ എത്തി ഈ പരിസരം മുഴുവൻ പരിശോധിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. പ്രധാന ഇടങ്ങളെല്ലാം തന്നെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ അവർ മാർക്ക് ചെയ്തു. ഒപ്പം സെബാസ്റ്റ്യനുമായി കോട്ടയത്ത് നിന്നുള്ള സംഘം എത്തുന്നു. അതോടുകൂടി JCB അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ കോമ്പൗണ്ടിൽ നടന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വീടിന്റെ പരിസരം 2.5 ഏക്കറോളം വരുന്ന പരിസരം വിവിധ ഇടങ്ങളായി കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടന്നു. ആദ്യം JCB ഉപയോഗിച്ച് എല്ലിൻ കഷ്ണങ്ങൾ കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ഭാഗത്താണ് പരിശോധന നടത്തിയത്. അവിടെ നടത്തിയ പരിശോധനയിൽ വീണ്ടും അത്തരത്തിൽ എല്ലിൻ കഷ്ണങ്ങൾ, ശരീരത്തിന്റെ അസ്ഥികൾ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് മറ്റിടങ്ങളിലേക്കുള്ള പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യ ദിവസം തെരച്ചിൽ നടത്തിയപ്പോൾ കിട്ടിയ ഇടത്തു നിന്നും തൊട്ടടുത്തായി കിട്ടിയ എല്ലിൻ കഷ്ണങ്ങൾക്ക് അപ്പുറത്തേക്ക്, അസ്ഥികൾക്കപ്പുറത്തേക്ക് മറ്റ് നിർണായകമായ തെളിവുകൾ കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് ഇവിടെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. ഒപ്പം സെബാസ്റ്റ്യനെ പാരലായി തന്നെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ വീടിനകത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ പുതിയതായി കണ്ടെത്തിയ അസ്ഥികൾ ഒന്നും തന്നെ അതിനെ സംബന്ധിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ സെബാസ്റ്റ്യൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. കടാവർ നായ്ക്കളെ അടക്കം ഈ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചു, പരിശോധന നടത്തി. പിന്നീട് മറ്റൊരു നിർണായകമായ പരിശോധന നടത്തിയത് ഇവിടെയുള്ള ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. പ്രത്യേകിച്ച് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കുളം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അവിടെ ഫയർഫോഴ്സ് സംഘം എത്തി വെള്ളം പറ്റിച്ചുകൊണ്ട് അവിടേക്ക് JCB ഉപയോഗിച്ച് ആ മണ്ണ് പുറത്തേക്ക് എത്തി, ചെളിയും മറ്റു കാര്യങ്ങളും പുറത്തേക്ക് എത്തിച്ചായിരുന്നു പരിശോധന നീണ്ടുപോയത്. അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പരിശോധനയായിരുന്നു അത്. അതിനുശേഷം സെപ്റ്റിക് ടാങ്കുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നു. സെപ്റ്റിക് ടാങ്കുകൾ പൊളിച്ചു, അതിനകത്തുള്ള പരിശോധന നടന്നു. ഒപ്പം ഈ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കുഴികൾ എടുത്തുകൊണ്ട് സംശയകരമെന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ പരിശോധന നടത്തി എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ഇതിനിടയിൽ ഈ പരിശോധന നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികൾ ഒരാൾ അസ്ഥി കഷ്ണങ്ങൾ കണ്ടു എന്നുള്ള സ്ഥിരീകരണവും നമുക്ക് നൽകി. വന്ന് കുഴിച്ച ദിവസം അടുത്ത് അതിന് സമയത്ത് കുഴിച്ചിട്ട് അസ്ഥി കഷ്ണം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോലീസ് എടുത്ത് ചാക്ക് വിരിച്ച് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അസ്ഥി കഷ്ണങ്ങൾ കിട്ടി? ഞാനിപ്പോ ഒരു നേരം മുമ്പ് ഒരു 4-5 കഷ്ണം കിട്ടിയിട്ടുണ്ട്. വണ്ണം കുറഞ്ഞ് ചെറിയ മുഴുത്ത ചെറിയ അസ്ഥി കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ ആണെന്ന് അറിയാനൊക്കില്ല. എന്നാലും ചാക്ക് ഇട്ടിട്ട് പഴയതുപോലെ തന്നെ അതിലേക്ക് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ രാവിലെ മുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ജൈനമ്മ കേസാണ് അവരുടെ മുന്നിൽ ഉള്ളത്. ഇവിടെ നിന്ന് കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ അത് ജൈനമ്മയുടെ തന്നെയാകും എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ചേർത്തലയിൽ നിന്ന് കാണാതായ 3 സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യം അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള 2 ഗ്രൂപ്പുകൾ, അതായത് ക്രൈംബ്രാഞ്ചിന്റെ 2 ഗ്രൂപ്പുകളിലെ ഉന്നത അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ്, ഒപ്പം തന്നെ 2012 കാണാതായ ഐഷ തിരോധാന കേസ്, ഒപ്പം 2024 ജൈനമയിലേക്ക് എത്തുമ്പോൾ അതിനിടയ്ക്ക് കാണാതായി എന്ന് അന്വേഷണ സംഘം കരുതുന്ന 2020 ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധുവിന്റെ തിരോധാന കേസ്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണവുമായി തന്നെ ആലപ്പുഴയിലെ അന്വേഷണ സംഘവും ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നു. പിന്നീട് കിണറുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നു. കിണർ വറ്റിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്ന ഘട്ടത്തിലും അവിടെ നിന്ന് മറ്റൊന്നും ലഭ്യമായിട്ടില്ല. ഒപ്പം കുളത്തിൽ നടത്തിയ പരിശോധനയിൽ കുറച്ച് വസ്ത്രങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം ചെറിയൊരു ബാഗ് ലഭ്യമായിട്ടുണ്ട്. ഒരു കൊന്തയുടെ ഭാഗം കിട്ടിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അതിനകത്തുനിന്ന് ഒരു കിറ്റും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അന്വേഷണ സംഘം എടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അതാണോ എന്നുള്ളതൊക്കെ പിന്നീട് സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ പോലും അത് ഈ പറഞ്ഞ ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധന ആവശ്യമുണ്ട്. കാരണം 4 സ്ത്രീകൾ തിരോധാനവുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുടെ നിഴലിൽ നിൽക്കുന്ന ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ, അതായത് പുറത്തുള്ള പരിശോധന നടക്കുമ്പോൾ തന്നെ അകത്ത് സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന വീടിനകത്തെ ഗ്രാനൈറ്റ് പാളികൾ നീക്കിയുള്ള പരിശോധനയാണ് നടന്നിട്ടുള്ളത്. അതിനുള്ളിൽ വീടിനകത്ത് ഒരു ഭാഗം മാത്രം, ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് ഉപയോഗിച്ച് അത്തരത്തിൽ അവിടെ തറ പാകിയിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചുകൊണ്ടുള്ള പരിശോധന അടക്കം ഇവിടെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും ദുരൂഹത നിറഞ്ഞ കേസുകൾ, വർഷങ്ങളുടെ പഴക്കമുള്ള കേസുകൾ, അങ്ങനെ വളരെയധികം അന്വേഷണ സംഘത്തെ കുരുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വിലങ്ങുതടിയാകുന്ന കാലം അതൊരു പ്രശ്നമാക്കുന്ന ഒരു കേസുകളാണ് ഈ ആലപ്പുഴയിൽ നടന്ന ചേർത്തലയുമായി ബന്ധപ്പെട്ട കേസുകളും ഒക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഏറ്റുമാനൂർ സ്വദേശിനിയുടെ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കിട്ടിയ നിർണായക തെളിവുകൾ പിടിച്ചു കയറി പരമാവധി വിവരങ്ങൾ അയാൾക്കെതിരെ ശേഖരിക്കുക എന്നുള്ള ഒരു ദൌത്യത്തിൽ തന്നെയായിരുന്നു സാജൻ സേവ്യർ അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ. അത് രാവിലെ മുതൽ തന്നെ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു പരിശോധന ഇവിടെ നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യനെ പിന്നീട് കോട്ടയത്തേക്ക് സെബാസ്റ്റ്യനെ മാറ്റിയെങ്കിൽ പോലും അന്വേഷണ സംഘം വീണ്ടും ഇവിടെ തുടരുന്ന ഒരവസ്ഥയാണ്. എന്തായാലും ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യന് അതിനകത്ത് പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാൾ ഒരു സീരിയൽ കില്ലർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ള ചിന്തകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ഓരോ ഘട്ടത്തിലുമുണ്ട്. പക്ഷേ തെളിവുകൾ നിർണായകമാണ്. ജൈനമ്മ കേസിലെങ്കിലും തെളിവുകൾ ശേഖരിച്ച്, പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇയാളെ നിയമ സംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആലപ്പുഴയിലെ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ? ബിന്ദുവിനെയും ഐഷയെയും ജൈനമ്മയെയും കൂടാതെ ഇയാൾ കൂടുതൽ പേരെ ലക്ഷ്യം വെച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. ഭർത്താവ് മരിച്ചതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന തന്നെ വീടും സ്ഥലവും വിട്ടു നൽകാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റിട്ടയർഡ് അധ്യാപിക എലിസബത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. കാണാതായ ഐഷയുടെയും പെൺസുഹൃത്തായ റോസമ്മയുടെയും അയൽവാസിയാണ് എലിസബത്ത്. നേരത്തെ റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് അധ്യാപികയുടെ തുറന്നു പറച്ചിൽ. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യനെ കാണാറുണ്ടെന്നും JCB ഉപയോഗിച്ച് പുരയിടം കുഴയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും എലിസബത്ത് ന്യൂസ് 18നോട് പറഞ്ഞു.
സെബാസ്റ്റ്യൻ, ഈ ചേർത്തലയിലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ശാസ്താം കവലയുമായി ബന്ധപ്പെട്ട് തന്നെ പലയിടങ്ങളിലും ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല ദുരൂഹതകളും നിലനിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐഷ, അതായത് ഐഷയെ കാണാതായിട്ട് 2012 കാണാതായതാണ്. ഐഷയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന എൽസമ്മ ജേക്കബ് എന്ന റിട്ടയർഡ് അധ്യാപികയുടെ ഒപ്പമാണ് നമ്മളുള്ളത്. ഈ സെബാസ്റ്റ്യൻ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലേ? ഈ സ്ഥലം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലവും വരെ വഴിയില്ലാത്തതുകൊണ്ട് ടീച്ചറെ ഞാൻ റോഡ് സൈഡ് സ്ഥലവും വരെ വാങ്ങിച്ചു തരാം, പിന്നെ ഇത് അവരെടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ഥലവും വരെ ആവശ്യമില്ല, എനിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോവുകയും ചെയ്ത് അയാൾ കൊടുത്തിട്ടുമില്ല. അങ്ങനെ സമീപിച്ചതാണ് സ്ഥലം പിന്നെ വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്. റോഡ് സൈഡിൽ ഇതിന് പകരം റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്തായിട്ട്, ഞങ്ങൾ ക്രിസ്ത്യാനിയില്ലേ, അതുകൊണ്ട് പള്ളിയുടെ അടുത്തായിട്ട് സ്ഥലവും വരെ നല്ലത് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ആ മനുഷ്യനെ അറിയാമായിരുന്നുകൊണ്ട് അയാൾ ഉടായിപ്പാണെന്നുള്ളത് നമ്മുടെ സ്വന്തക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് വസ്തു പിന്നെ വിറ്റിട്ട് ഇവിടെ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഈ വഴിയിലേക്ക് വരുമ്പോൾ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കും. ആവശ്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. രാത്രി കാലങ്ങളിലും വരും. ഈ വരുന്ന വഴിക്കൊക്കെ ടീച്ചർ കാണാറുണ്ട്. ഇയാളെ നേരത്തെ സെബാസ്റ്റ്യനെ നേരത്തെ കണ്ടിട്ടുണ്ട്. സെബാസ്റ്റ്യനെ ഞാൻ ഇവിടെ വന്ന് സ്ഥലം ചോദിക്കുന്നതിന് ഇല്ല, ആദ്യമായിട്ട് ഞാൻ ഈ സെബാസ്റ്റ്യനെ കാണുന്നത് അയാൾ അവരുടെ വീടിൻ്റെ അരപ്രൈസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അരപ്രൈസിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടെ JCB കൊണ്ടുവന്ന് അവരുടെ പുരയിടത്തിൽ പിന്നെ വേരൊക്കെ തെങ്ങിൻ്റെയും മരത്തിൻ്റെയൊക്കെ വേര് മാന്തിക്കുന്നുണ്ട്. അങ്ങനെ ആരും ചെയ്യാത്ത കാരണം ഇവർ സ്ഥലത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച് നോക്കാൻ പോയതാണ് അയൽവാസി എന്ന നിലയിൽ. അന്നേരം അയാൾ ചോദിച്ചു എന്നോട് എന്താ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല ഇത് ആരാ അതൊന്ന് എന്താണ് ആരാണെന്ന് അറിയാനാണെന്ന് പറഞ്ഞു. അത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച് വരാം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് വേറെ ജോലിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇനി പോരുകയും ചെയ്തു. അങ്ങനെയാണ് ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ ചോദിച്ചു പേരെന്താണ്, വസ്തു ചോദിച്ചപ്പോൾ ചോദിച്ചു പേരെന്താണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്, പള്ളിപ്പുറത്താണ് വീടെന്നും പറഞ്ഞു. അത് വെച്ചുകൊണ്ട് എൻ്റെ സ്വന്തക്കാരൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഇയാൾ ശരിയല്ല, അടുപ്പിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അതായത് ഇത്തരത്തിൽ പല ആളുകളെയും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ. ടീച്ചർ ആകെ കണ്ടിട്ടുള്ളത് ഒരു പ്രാവശ്യം അവിടെ ആ വീടിന്റെ മുന്നിൽ അരപ്രൈസിൽ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ടീച്ചറുടെ അടുത്തേക്ക് ആ ഒരു സംഭാഷണത്തിന് ശേഷം പിന്നീട് ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നത് ഇവിടുത്തെ സ്ഥലം മാറി, അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് റോഡ് സൈഡിൽ പള്ളിയുടെ അടുത്ത് പുതിയ വീട് സ്ഥലവും വാങ്ങിത്തരാം, ഇത് വിൽപ്പന നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറെ സമീപിക്കുമായിരുന്നു. ടീച്ചറും അന്ന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഇയാളുടെ നീക്കങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഓരോ അനുഭവങ്ങളും. ചേർത്തല ശാസ്താം കവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശവശരീരങ്ങൾ അഴുകിയതിൻ്റെ ദുർഗന്ധം. വനത്തിനകത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുമ്പോൾ നിരവധി അസ്ഥികൂടങ്ങളും തലയോട്ടികളും. അടയാളപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ. ധർമ്മസ്ഥലയിലെ കാഴ്ചകൾ ഭയാനകമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ 6ാം ദിനത്തെ തിരച്ചിലിലാണ് നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയത്. ഇതിനിടയിൽ 6ാം പോയിന്റിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളുടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നു. 33 വയസ്സ് പ്രായമുള്ള പുരുഷൻ്റെ അസ്ഥികൂടമാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തതെന്നാണ് നിഗമനം. കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലും പരിശോധിക്കാൻ SIT ആലോചന തുടങ്ങിയിട്ടുണ്ട്. ധർമ്മസ്ഥല കൊലപാതക പരമ്പരാ കേസിൽ SIT തെളിവ് ശേഖരണം തുടങ്ങി. 6ാം ദിനം ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് കണ്ടെത്തിയത്. അടയാളപ്പെടുത്താത്ത ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ നിരവധി അസ്ഥികൂടങ്ങളും തലയോട്ടികളും കണ്ടെത്തി. രാവിലെ 11 മണിയോടെയാണ് ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം സ്ഥലത്തെത്തിയത്. 11 മുതൽ 13 വരെയുള്ള പോയിന്റുകളിലാണ് പരിശോധന നടത്താൻ നിശ്ചയിച്ചതെന്നിരിക്കെ സംഘം നേരെ പോയത് വനത്തിനകത്തേക്കാണ്. ഉച്ചഭക്ഷണം പോലും ഒഴിവാക്കിയുള്ള തെരച്ചിലിനൊടുവിലാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇത് കേസിൽ നിർണായക വഴിത്തിരിവാകും. ഇതിനിടയിൽ 6ാം പോയിന്റിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടം 33 വയസ്സ് പ്രായമുള്ള ആളുടേതാണെന്നാണ് പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം. ലഭിച്ചത് പൂർണ്ണ അസ്ഥികൂടമാണെന്നും റിപ്പോർട്ടിലുണ്ട്. പുരുഷന്റേതാണെന്നാണ് നിഗമനം. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവാൻ
തലയോട്ടി ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളുടെ വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഇനി പരിശോധന നടത്താനുള്ളത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലും പറമ്പുകളിലുമാണ്. ഇവിടങ്ങളിൽ കോടതി അനുമതിയോടുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. പോയിന്റ് 13ഉം 14ഉം ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നാണ് സാക്ഷിയുടെ അഭിഭാഷകരും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച തീരുമാനവും SITയുടെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടായേക്കും. ഇതിനിടെ ധർമ്മസ്ഥലയിലെ മാധ്യമ വിലക്കിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറിയത് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ ജഡ്ജിയാണ്. കേസ് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെയാണ് ജഡ്ജിയുടെ പിന്മാറ്റം. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ സാക്ഷിമൊഴിയുടെ വിശ്വാസനീയതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ഭാര്യയും ഭർത്താവും മക്കളുമായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. അവരുടെ ജീവിതത്തിൽ കല്ലുകടിയായി ഒരു യുവതിയുടെ കടന്നുവരവ്. ഭർത്താവ് ജിനുവിൻ്റെ അവിഹിത ബന്ധമറിഞ്ഞതോടെ രേവതി മക്കളെയും കുട്ടി വീട് വിട്ടിറങ്ങുന്നു. അതിനിടെ കാമുകിയും തന്നെ കൈവിട്ടതോടെ ജിനുവിൻ്റെ മനോനില തെറ്റി. കൊല്ലം അഞ്ചാലമുട്ടിൽ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കാമുകിയെയും വകവരുത്താനാണ് യുവാവ് പദ്ധതിയിട്ടത്. ഒടുവിൽ ഭാര്യ രേവതി കൊലക്കത്തിക്ക് ഇരയായെങ്കിലും കാമുകിയെ കൊല്ലാനുള്ള നീക്കം പാളി. ഭാര്യയ്ക്കും കാമുകിക്കും മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയങ്ങളും അയാളെ അലട്ടിയിരുന്നു. കൊല്ലം കല്ലുവാതക്കൽ സ്വദേശി ജിനുവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് ഭാര്യ രേവതി മക്കളെയും കൂട്ടി മാറി താമസിച്ചു വന്നിരുന്നത്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. എങ്കിലും ജിനു മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായത് ഭാര്യ അറിഞ്ഞതോടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ജിനുവിന്റെ കാമുകിയെ അപ്രതീക്ഷിതമായി വിദേശത്ത് പോകാൻ തീരുമാനിച്ചതും ഇത് ജിനു എതിർത്തതും ഇരുവരും തമ്മിൽ തെറ്റാൻ കാരണമായി. ഭാര്യ പിണങ്ങിപ്പോയതിന് പിന്നാലെ കാമുകി കൂടി പോകാനൊരുങ്ങിയതോടെ സമനിലതെറ്റ ജിനു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും പോലീസ് പറയുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇയാൾ ഭാര്യയെയും മക്കളെയും കാണണമെന്ന് വാശി പിടിക്കുകയും ഒടുവിൽ അവർ എത്തുകയും ചെയ്തു. ആശുപത്രിയിൽ കിടന്ന ജിനുവിന്റെ നെഞ്ചിൽ കാമുകിയുടെ പേര് പച്ച കുത്തിയിരുന്നു. ഇത് കാണാനിടയായതോടെ രേവതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മക്കളെയും കൊണ്ട് ഇറങ്ങിപ്പോയി. ഇതോടെ ജിനുവിന് ഭാര്യയോട് കൂടുതൽ വൈരാഗ്യമായി. കാമുകിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയവും പ്രശ്നം രൂക്ഷമാക്കി. രണ്ടു സ്ത്രീകളെയും തന്നെ പറ്റിക്കുകയാണെന്നും ഭാര്യയെയും കാമുകയെയും തട്ടുമെന്നും ഇയാൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. എന്നാൽ ഇതാരും കാര്യമായി എടുത്തിരുന്നില്ല. ജൂലൈ 31 രാത്രിയിൽ രേവതി ജോലി ചെയ്തിരുന്ന അഞ്ചാലുമൂട്ടിലെ വീട്ടിലെത്തിയാണ് കൊല നടത്തിയത്. 6 തവണയാണ് രേവതിക്ക് കുത്തേറ്റത്. ഭാര്യയെ കൊന്നതിന് ശേഷം കാമുകയെ കൂടി കൊല്ലാനായിരുന്നു ജിനുവിന്റെ തീരുമാനം. ജിനു താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയെ വിളിച്ച് കൊലപാതക വിവരം പറയുകയും കാമുകയെ കൊലപ്പെടുത്താനായി പോവുകയാണെന്ന് പറയുകയും ചെയ്തു. ഇദ്ദേഹം ഉടൻ പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ജിനു പിടിയിലായത്. സ്ഥാപന ഉടമ സഞ്ജയ് പണിക്കരുടെ ഇടപെടലുണ്ടായിരുന്നില്ലെങ്കിൽ കാമുകയെ കൂടി ജിനു അന്ന് തന്നെ കൊലപ്പെടുത്തുമായിരുന്നുവെന്ന് ശൂരനാട് പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. അമ്മമാരുടെ ജാഗ്രത കുറവാണ് പെൺകുട്ടികളുടെ ജീവിതം തന്നെ ഇരുട്ടിലാക്കുന്നത്. ഒടുവിൽ കാമുകനോ രണ്ടാം ഭർത്താവോ മക്കളുടെ ജീവിതം പിച്ചി ചീന്തുമ്പോൾ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കാനേ പല അമ്മമാർക്കും കഴിയൂ. കണ്ണൂരിൽ 3 പെൺമക്കളുള്ള യുവതി ആ കുരുതങ്ങളുടെ ഭാവി പോലും നോക്കാതെ കാമുകനൊപ്പം ജീവിക്കാൻ ഇറങ്ങിയതാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ അമ്മയ്ക്കൊപ്പം എത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് അമ്മയുടെ കാമുകൻ ചൂഷണത്തിന് ഇരയാക്കിയത്.
താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞെങ്കിലും നാണക്കേട് കാരണം സംഭവം മറച്ചുവെച്ചു. പിന്നീട് സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയായിരുന്നു. കേസിൽ മാതമംഗലത്തെ ഓട്ടോ ഡ്രൈവർ കാനായി സ്വദേശി അനീഷ് കുമാറിനെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ധുക്കൾക്കൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു 9ാം ക്ലാസ് വിദ്യാർത്ഥിനി. ലോഡ്ജിൽ താമസിക്കവേ അനീഷ് കുമാർ ബലമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. സ്കൂളിലെ കൗൺസിലിംഗിനിടെയാണ് കുട്ടി പീഡന വിവരം ആദ്യം പറഞ്ഞത്. വിവരമറിഞ്ഞ ബന്ധുക്കൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതി അനീഷിനെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാതമംഗലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കോറം സ്വദേശിയായ അനീഷ് കുമാർ. പെൺകുട്ടിയും കുടുംബവും പറശ്ശിനിക്കടവ് ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു സംഭവം. ലോഡ്ജിൽ താമസിക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചാണ് ഇയാൾ പീഡിപ്പിച്ചത്. മേൽപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് തളിപ്പറമ്പിലേക്ക് മാറ്റിയിരുന്നു. തളിപ്പറമ്പ് ഇൻസ്പെക്ടർ പി ബാബുമോന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. ന്യൂസ് 18 കണ്ണൂർ. ലൈംഗിക ദാരിദ്ര്യമാണോ കേരളത്തിലെ പുരുഷന്മാരെ ആക്രമികളാക്കുന്നത്? പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനവും പരസ്യമായ സ്വയംഭോഗവും അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ളവരെ ചികിത്സിക്കേണ്ട സമയമായിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുസ്ഥലത്ത് ലൈംഗിക അതിക്രമ കേസുകൾ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മെയ് മുതൽ ഈ വർഷം മെയ് വരെ 1072 കേസുകളാണ് ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്താവുന്ന കേസുകളാണെങ്കിലും പല സംഭവങ്ങളിലും ചെറിയ ശിക്ഷ മാത്രം നേരിടേണ്ടി വരികയോ രക്ഷപ്പെട്ടു പോകുകയോ ചെയ്യുന്നതാണ് പതിവ്. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. തിരുവനന്തപുരം കേശവദാസപുരത്ത് ബസ് സ്റ്റോപ്പിലും മറ്റൊരു യുവതിക്കും ദിവസങ്ങൾക്ക് മുൻപ് സമാന സാഹചര്യം നേരിടേണ്ടി വന്നു. കൊല്ലത്ത് തന്നെ സ്കൂൾ കോമ്പൗണ്ട് ചാടിക്കടന്ന് ഓട്ടോ ഡ്രൈവർ കുട്ടികൾക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ച സംഭവവും ഉണ്ടായി. രജിസ്റ്റർ ചെയ്ത കേസുകളേക്കാൾ കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പൊതുയിടങ്ങളിലെ നഗ്നതാ പ്രദർശനം, സ്വയംഭോഗം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്, 193 എണ്ണം. എറണാകുളം 157, തിരുവനന്തപുരം 123, കാസർഗോഡ് 98, കൊല്ലം 78, മലപ്പുറം 74, പാലക്കാട് 67, ആലപ്പുഴ 66, കോട്ടയം 54, പത്തനംതിട്ട 43, കണ്ണൂർ 35, ഇടുക്കി 33, വയനാട് 29, തൃശൂർ 24 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കണക്കുകൾ. BNS സെക്ഷൻ 73, 77, 285, 124 എന്നിവയുടെ കീഴിലും അനുബന്ധ സെക്ഷൻ 73, 77, 285, 124 എന്നിവയിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പൊതു നിയമം ഇല്ലാത്തതിനാൽ പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ ചെറിയ ശിക്ഷ മാത്രം നേരിടേണ്ടി വരികയോ രക്ഷപ്പെട്ടു പോവുകയോ ചെയ്യാറുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മകൻ്റെ കോളേജ് പ്രവേശനത്തിന് ഫീസ് അടയ്ക്കാൻ പണമില്ല. 14 വർഷമായി എയ്ഡഡ് സ്കൂൾ ടീച്ചറായ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ. ഇതിൽ മനം നൊന്ത് ഗൃഹനാഥൻ്റെ ആത്മഹത്യ. പത്തനംതിട്ടയിൽ കൃഷിവകുപ്പ് ജീവനക്കാരനായ ഷിജോ ജീവനൊടുക്കിയ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ ബോധപൂർവം വീഴ്ച വരുത്തിയത് കാരണം ഭാര്യയ്ക്ക് ശമ്പളം ലഭിച്ചിട്ട് 14 വർഷമായെന്നും ഇത് സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കുകയും ചെയ്തെന്നാണ് ആരോപണം. ഇതിൻ്റെ മനോവിഷമത്തിലാണ് ഷിജോ ജീവനൊടുക്കിയത്. സംഭവത്തിൽ DO ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃഷിവകുപ്പ് ജീവനക്കാരനായ ഷിജോയുടെ മരണത്തിലാണ്
വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് കുടുംബം രംഗത്തെത്തിയത്. മകന്റെ കോളേജ് പ്രവേശനത്തിന് ഫീസ് അടയ്ക്കാൻ പണമില്ലാത്തതിൽ മനം നൊന്താണ് കൃഷിവകുപ്പ് ജീവനക്കാരനായ ഷിജോ ജീവനൊടുക്കിയത്. 14 വർഷമായി എയ്ഡഡ് സ്കൂൾ ടീച്ചറായ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ ബോധപൂർവം വീഴ്ച വരുത്തിയതാണ് ശമ്പളം കിട്ടാൻ തടസ്സമായതെന്നാണ് ആരോപണം. ശമ്പളം നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും അനുകൂല നിലപാടുമെടുത്തു. എന്നാൽ DE ഓഫീസിലെ ജീവനക്കാർ തടസ്സം നിന്നതാണ് പ്രതിസന്ധി കൂട്ടിയതെന്നാണ് ആരോപണം. ഇതിൽ മനം നൊന്താണ് ഷിജോ ജീവനൊടുക്കിയതെന്ന് പിതാവ് ത്യാഗരാജൻ ആരോപിക്കുന്നു. നമ്മൾ എല്ലാ രേഖകളും എഴുതി റെഡിയാക്കി 14 വർഷത്തെ ശമ്പളത്തിൻ്റെ എല്ലാ രേഖകളും എഴുതി അവിടുത്തെ ഹെഡ് മിസ്സസ് 3/2/2025 അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അവിടെ കയ്യിൽ എല്ലാ രേഖയുണ്ട്. അതവർക്ക് നോക്കി ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് എടുക്കാമെന്നുള്ളൂ. 10 മിനിറ്റ് എടുത്ത കാര്യമുള്ളൂ. പക്ഷെ അവർ ചെയ്യില്ല. അങ്ങനെ കയറി ഇറങ്ങി നടന്ന് കുഞ്ഞിനെ ഇപ്പം കൊച്ചുമോന് അഡ്മിഷൻ കിട്ടി എഞ്ചിനീയറിങ്ങിന്. അപ്പം അതിന് പോകാൻ പൈസ വേണം. ആ മനോവേദന മകൻ ചെയ്യുകയാണ്. ഷിജോയുടെ മകന് ഈറോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചിരുന്നു. ആവശ്യമായ പണം നൽകാൻ കഴിയാതെ വന്നതും ഷിജോയെ മനപ്രയാസത്തിലാക്കിയിരുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. ന്യൂസ് 18 പത്തനംതിട്ട. ബാങ്ക് തട്ടിപ്പുകളുടെ ഇരകളായി ജീവനൊടുക്കുന്നവരുടെയും ജപ്തി നടപടിയിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെയും വാർത്തകൾ പലപ്പോഴും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകന് തന്നെ ഇത്തരമൊരു ദുർഗതി വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് മാധ്യമപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാത്തതിലെ മനോവിഷമത്തിലാണ്. മലയാള മനോരമ ലേഖകൻ ആനാട് ശശിയെയാണ് സർക്കാർ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച 1.5 കോടിയിലേറെ രൂപ തിരിച്ചു കിട്ടാത്തതിൽ കുറച്ച് നാളുകളായി ശശി മാനസിക വിഷമത്തിലായിരുന്നു. വെള്ളയമ്പലത്തിന് സമീപം കനകനഗറിലെ വീട്ടിൽ നിന്ന് രാത്രിയോടെ ശശിയെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കനകനഗറിലെ റീസർവേ ഓഫീസിന്റെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ഈ വരുമാനമെല്ലാം കൂടി ചേർത്തുണ്ടായ കുറച്ച് തുക മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു. അവിടെ ഉണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ആ പണം അദ്ദേഹത്തിന് സമയത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ആ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ മോഹനൻ ആത്മഹത്യ ചെയ്തു. അതുമായി മാനസികമായി അദ്ദേഹം അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പ്രയാസങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന മുണ്ടേല റെസിഡൻഷ്യൽ സഹകരണ സംഘത്തിൽ ഇദ്ദേഹം 1,67 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. ഇത് തിരികെ ലഭിക്കാതായതോടെ മാനസികമായി തകർന്നു. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സഹകരണ ബാങ്കിലെ ക്രമക്കേടും തകർച്ചയും നിരവധി പേരെ പ്രതിസന്ധിയിലാക്കിയെന്നും ശശി മനോവിഷമത്തിലായിരുന്നുവെന്നും കോൺഗ്രസും സമ്മതിക്കുന്നു. വളരെ ദുഃഖിതരായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി. നമുക്ക് ആ പ്രദേശത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ആ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ദുർവിനിയോഗം ചെയ്ത് ഈ സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾക്കുൾപ്പെടെ ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് CPM ആരോപിച്ചു. വലിയ നിലയിലുള്ള ധൂർത്തും അഴിമതിയുമാണ് ഇതിന്റെ മറവിൽ നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്ന ഇടുക്കിയിൽ, അതുപോലെ തന്നെ അമ്പൂരിയിൽ, വിവിധ പ്രദേശങ്ങളിൽ സ്വന്തം പേരിൽ ഭൂമിയും ഫാമും റിസോർട്ടും ഒക്കെ ഈ ആളുകൾ, ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചില ആളുകൾ ഇവിടെ നിന്ന് പണം അപഹരിച്ചു കൊണ്ടുപോയി നിർമ്മിച്ചതായിട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുണ്ടേല സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. സംഘം പ്രസിഡന്റ് മുണ്ടേല മോഹനൻ നായരും നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോതമംഗലത്ത് കാമുകനെ യുവതി വിഷം കൊടുത്ത് കൊന്ന കേസിന് പിന്നാലെ കേരളം ചർച്ച ചെയ്തതാണ്
പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസ്. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഏറെ സാമ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കാമുകിമാർ വിശ്വസിച്ച് നൽകിയ വിഷം കലർത്തിയ പാനീയം കുടിച്ചതിനെ തുടർന്നാണ് പാറശാലയിൽ ഷാരൂണിനും കോതമംഗലത്ത് അൻസിലിനും ജീവൻ നഷ്ടമായത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും കേരളം അറിയാതെ പോയ ഷാരൂണിൻ്റെ കുടുംബത്തിൻ്റെ ദയനീയമായ ജീവിതകഥ ന്യൂസ് 18 പുറത്തെത്തിക്കുന്നു. മകന് നഷ്ടപ്പെട്ടതിന് പിന്നാലെ സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് ആ അച്ഛനും അമ്മയും കടന്നുപോയത്. കേരളത്തെ ഞെട്ടിച്ച പാറശാലയിലെ ഷാരോൺ രാജിന്റെ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള കാമുകി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ച ശേഷവും ഷാരോണിന്റെ നീറുന്ന വിങ്ങുന്ന ഓർമ്മകൾ പേറി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഒരു കുടുംബം ഇപ്പോഴും പാറശാലയിലെ സമുദായമുക്കിലുണ്ട്. ഇപ്പോൾ ജയരാജ് എന്നോടൊപ്പം ചേരുന്നു. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ ഈ കേസിന്റെ വിധി വരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ആരോഗ്യസ്ഥിതി? ആരോഗ്യസ്ഥിതി ഇപ്പോഴും ആ ഒരു കണ്ടീഷനിൽ തന്നെ. എനിക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കുടുംബത്തിന്റെ മറ്റ് സാഹചര്യങ്ങളെപ്പറ്റി പുറം ലോകത്തിന് ഒന്നും അറിയില്ല. നിലവിൽ എങ്ങനെയാണ് ഈ കുടുംബം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്? ഞങ്ങളുടെ ജീവിതം വല്ലാത്ത കഷ്ടത്തിലുള്ള ജീവിതമാണ്. ഞങ്ങളങ്ങനെ ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഈ വീട്ടിലൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അത് എന്താണ് അതിന്റെ നിലവിലെ അവസ്ഥ? ഭയങ്കര ബാധ്യതയുണ്ട്. ഒത്തിരി എമൗണ്ട്, നല്ല എമൗണ്ട് ഉണ്ട്. ജപ്തിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം? ജപ്തിയിലേക്ക് നീങ്ങി അതിനെ മുത്തൂറ്റ് വഴി അങ്ങനെ ജപ്തി മാറ്റിയിട്ടുണ്ട്. വീടും സ്ഥലവും ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുത്തൂറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങളുടെ കാര്യം വളരെ വലിയ കഷ്ടമാണ്. ഞങ്ങളിങ്ങനെ പോകണം. എനിക്ക് വണ്ടി ഓടാനൊന്നും പറ്റില്ല. അങ്ങനെ കാല് ഒരു സൈഡ് മൊത്തം സോക്കായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ഇരുന്നിട്ട് മോനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അങ്ങനെ ജീവിച്ചു പോകണം. അപ്പം നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അമ്മയാണ്, ഷാരോണിന്റെ അമ്മയാണ് ജോലിക്ക് പോകുന്നത്? അമ്മയാണ് ഇപ്പോൾ ജോലിക്ക് പോണത്. ആ തുച്ഛമായ വരുമാനത്തിൽ തുച്ഛമായ പൈസ കൊടുത്ത് വീട്ടിലെ കാര്യം നടത്തി. ഞങ്ങൾക്ക് പലിശ ബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ട്. ഈ ഗ്രീഷ്മ എപ്പോഴും നിങ്ങളെ കാണുമോ, മാപ്പ് പറയാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു മാപ്പുമായിട്ട് വന്നാലും അത് അങ്ങനെ വന്നാലൊന്നും പരിസരത്ത് പോലും വരാൻ അനുവദിക്കില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല? ഞാൻ കോടതി വെച്ച് കണ്ടതാണ്, അല്ലാതെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലേ? ഈ മകൻ പറഞ്ഞുള്ള അറിവേ? മകൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വധശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ആ ഒരു തീരുമാനത്തിലാണ്. ഞങ്ങൾക്ക് ഇനി ആകെ ഉള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മകന് വേണ്ടി. കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഷാരോൺ രാജിന്റെ കുടുംബം, ആ കുടുംബത്തിന്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ അവസ്ഥ, അതും മലയാളികൾ, നന്മയുള്ള മനസ്സുള്ള മലയാളികൾ അറിയേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. നമ്മുടെ നാട്ടിൽ ചില പ്രത്യേകതരം വൈകൃത മനസ്സുള്ളവരുണ്ട്. മനുഷ്യരോടും വളർത്തു മൃഗങ്ങളോടുമെല്ലാം ക്രൂരത കാട്ടുന്നവർ. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ പൂച്ചയെ കൊന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ട യുവാവിൻ്റെ ക്രൂരത മനസ്സാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാനാവില്ല. ചെർപ്പുളശ്ശേരി സ്വദേശി ഷജീറാണ് പൂച്ചയെ കൊന്ന് ആ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷജീറിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മൃഗങ്ങളോട് ക്രൂരത കാട്ടുന്ന കൂടുതൽ ദൃശ്യങ്ങളുണ്ട്. പൂച്ചയ്ക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുന്നതും പിന്നീട് അതിനെ കഴുത്തറുത്തു കൊന്ന തലയും ശരീരാവയവങ്ങളും വേർതിരിച്ചു വെച്ചിരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഷജീർ ടൂൾ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് സ്റ്റോറി ഇട്ടത്.
ചെർപ്പുളശ്ശേരി സ്വദേശിയായ ഷെജീർ ലോറി ഡ്രൈവറാണ്. ലോറിയുടെ ക്യാബിനിലിരുന്ന പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നതാണ് ആദ്യ ദൃശ്യം. പിന്നീടാണ് മാംസം നുറുക്കുന്ന ദൃശ്യങ്ങളുള്ളത്. ഈ ക്രൂരത കണ്ടവരാണ് പോലീസിനെ വിവരമറിയിച്ചത്. നിലവിൽ ഇയാൾ തമിഴ്നാട്ടിലാണെന്നാണ് സൂചന. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് മനുഷ്യനേക്കാളും രുചിയുള്ള ഇറച്ചിയാണ് പൂച്ചയുടേതെന്നാണ് ഷെജീർ നൽകിയ മറുപടി. എവിടെ നിന്നാണ് ഇത് ചിത്രീകരിച്ചതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ചെർപ്പുളശ്ശേരി പോലീസ് അറിയിച്ചു. ഷെജീറിന്റെ ഇൻസ്റ്റഗ്രാമിൽ മൃഗങ്ങളോടുള്ള കൂടുതൽ ക്രൂരതകളുടെ ദൃശ്യങ്ങളുമുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വയലൻസ് സിനിമകളാണോ കുട്ടികളെ വയലന്റ് ആക്കുന്നത്? സഹപാഠികളെ സംഘം ചേർന്ന് തള്ളിച്ചതയ്ക്കുകയും അത് കണ്ട് രസിക്കുകയും ചെയ്യുന്ന കുറ്റവാളികൾ സ്കൂളുകളിൽ ഭീതി വിതയ്ക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ +2 വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് മർദ്ദിച്ചത് സഹപാഠികളായ 10 പേരാണ്. ഇരുമ്പളയം സ്കൂളിലെ +2 വിദ്യാർത്ഥി റാഷിദിനെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുമ്പ് കമ്പി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് സംഘം ചേർന്ന് മർദ്ദിച്ചത്. 10ഓളം വരുന്ന സഹപാഠികളാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരാതി. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ചെക്കന്മാരാണ്. അപ്പോൾ ഞാൻ സൺഗ്ലാസ് കൊടുത്തിരുന്നു. അപ്പോൾ അത് തരാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ ഉണ്ട് പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ വണ്ടിയുടെ അവിടെയാണ്, അവിടെ ചെക്കന്മാരൊക്കെ ഉണ്ട്, അവിടേക്ക് പോവുകയാണ്. അവിടെ പോയപ്പോൾ ഓല് വടിയും ഇതൊക്കെ പിടിച്ചിട്ടൊരു 10ഓളം ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വടി കൊണ്ട് തലക്കടിച്ചു. ആദ്യം പിൻഭാഗത്ത് നിന്ന് വടികൊണ്ട് തലക്കടിച്ചു. പിന്നീട് എല്ലാവരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഞങ്ങളറിയില്ല അവന് അങ്ങോട്ട് പോയത്. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് അവന് വിളിച്ചുകൊണ്ടുപോയി അങ്ങനെ മർദ്ദിക്കാണ് ഉണ്ടായത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു കാരണമൊന്നുമില്ല. ചെറിയ എന്തോ ഒരു ഗോസിപ്പ് പറഞ്ഞു ക്ലാസ്സിൽ, അവിടെ സ്കൂളിൽ വെച്ചിട്ട്. അതാണ് ചെറിയ കാരണം, അതാണ് പറഞ്ഞത്. ഈ അടിച്ച കുട്ടികൾ തന്നെ എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അത് പറയണ്ടായി. ഇരുമ്പ് കമ്പി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് മർദ്ദനമെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്താണ് മർദ്ദനത്തിന് പിന്നിലുള്ള കാരണമെന്ന് അറിയില്ലെന്നും വിദ്യാർത്ഥി പറയുന്നു. പരിക്കേറ്റ കുട്ടിയെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ വളാഞ്ചേരി പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 തിരൂർ. ലഹരി സംഘങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. ഇടുക്കി കട്ടപ്പനയിൽ ലഹരി സംഘം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം നടത്തി. ഒരു സംഘം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നാട്ടുകാരുടെ വീടുകളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. സംഭവം പറഞ്ഞ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ സംഘടിച്ചെത്തിയെങ്കിലും അക്രമികൾ വെറുതെ വിട്ടില്ല. പരിക്കേറ്റ CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട 10 പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരു പറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ വീടുകളിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഇവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അസത്യങ്ങൾ പറയും, അസത്യമായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവളെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ കാലിനിട്ട് ചവിട്ടി, കാലിൻ്റെ ഒരു വശം തിരിഞ്ഞു പോയിരിക്കുകയാണ്. എന്നെ കൊല്ലുമെന്നാണ്, ഇവരിറങ്ങി വന്നാലും എന്നെ കുത്തി കീറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് സംരക്ഷണം, എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരായിരിക്കും അതിൻ്റെ ഉത്തരവാദി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അക്രമി സംഘത്തിലെ 10 പേരെ കസ്റ്റഡിയിലെടുത്തു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. കൊച്ചുതോവാള സ്വദേശി പള്ളിവാതുക്കൽ ടോമി, ഭാര്യ മേരിക്കുട്ടി, ഓവൻമലയിൽ സജി, കുമ്പക്കാട്ട് ഷിബു, CPM കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ലിജിമോൻ KG, കൊല്ലംപറമ്പിൽ ദീപു,
ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ഓമന, പരമേശ്വരൻ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിൽ തുടർച്ചയായി അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ ഇന്നലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വഴിക്ക് വെച്ച് ഓട്ടോയിട്ട് വന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് 4 വണ്ടിക്ക് വന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് എൻ്റെ അച്ഛനെ ആരാ തല്ലിയെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് തല്ലി വെച്ചു. ഇവരുമായിട്ട് ഞാൻ മുൻപരിചയോ കണ്ടുപരിചയോ ഒന്നുമില്ല. ഞാൻ പറമ്പിൽ പണിയും കഴിഞ്ഞേച്ച് വന്ന് വണ്ടി ഈ ഓട്ടോ കൊണ്ടൊന്ന് വീട്ടിൽ ഇട്ടിട്ട് നടന്ന സംഘത്തിന് പോയത്. അന്നേരം ഞങ്ങൾ രണ്ടുപേരോട് വർത്താനം പറയുന്നു. ആദ്യമേ അടിക്കുന്ന എനിക്കിട്ട് എന്നെ പിടിച്ചു മാറ്റാനായിട്ട് വന്ന് ഈ ഇയാൾക്ക് അടിച്ചു. കമ്പിവടി, കോടാലി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പിടിച്ചു വലിച്ചതാണ്. കൈയുടെ ഇവിടെ ചളവുണ്ട്. അല്ലാതെ ഒതുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവരന്മാരെല്ലാം ഇതുപോലെ മദ്യപിച്ച് ഇങ്ങനെ ഇതുപോലെ ഈ അപാസത്തരം പറഞ്ഞിരിക്കും. 15 പേര് കൂടി നമ്മളെ വർദ്ധിക്കുകയാണ്. എന്റെ തലക്കിട്ടൊക്കെ ചെടിച്ചട്ടി വെച്ച് അടിച്ചു. പിന്നെ ഇത് മൊത്തം ദേഹം മുഴുവൻ ഒരു 10-20 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ. അതിനകത്ത് 10-15 പേരോളം നമ്മളെ മർദ്ദിച്ചു. ഭയങ്കര പ്രശ്നം. ഇതിപ്പോ സമൂഹത്തിന് തന്നെ ഒരു പ്രശ്നമാകുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അക്രമി സംഘത്തിൽ 16ഓളം പേർ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ലഹരിക്ക് അടിമകളാണെന്നാണ് സൂചന. ഇതേ സംഘം മുൻപും സമാന രീതിയിൽ പ്രദേശത്ത് ആക്രമണം നടത്തിയിട്ടുണ്ട്. പുത്തൻപുരയ്ക്കൽ വിഷ്ണു വിജയൻ, കളീക്കൽ ശ്രീനാഥ്, വണ്ടളക്കുന്നിൽ അഭിജിത്ത്, ഇളംതുരത്തിൽ ഷെബിൻ മാത്യു, പാലക്കൽ സോബിൻ ജോസഫ്, മുട്ടേടത്ത് മഠത്തിൽ ബിബിൻ മാത്യു, മുട്ടേടത്ത് മഠത്തിൽ എബിൻ മാത്യു, പുൽപ്പാറയിൽ സഞ്ജയ്, ഓണാട്ട് രാഹുൽ, വഴുവനക്കുന്നിൽ ശരത് എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. സ്ത്രീകളുമായി പല രീതിയിൽ അടുപ്പം സ്ഥാപിക്കുന്നവരുണ്ട്. ജോലി നൽകിയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുമെല്ലാം ഒപ്പം കൂടുന്നവർ അവരെ ചൂഷണം ചെയ്യാനും മടിക്കില്ല. തിരുവനന്തപുരം പാറശാലയിൽ യുവതിയെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തത് തൊഴിലിടത്ത് വെച്ചാണ്. ജീവനക്കാരിയുടെ പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാറശാല സ്വദേശി ബിനുകുമാറാണ് പിടിയിലായത്. ായിരുന്നു കേസിനാസ്പദമായ സംഭവം. പാറശാലയും വട്ടപ്പാറയും കേന്ദ്രീകരിച്ച് സ്ഥാപനം നടത്തി വരികയായിരുന്നു ബിനുകുമാർ. ഇവിടുത്തെ ജീവനക്കാരിയായ പാറശാല സ്വദേശിനിയെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തു എന്നായിരുന്നു പരാതി. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പരാതി നൽകിയപ്പോൾ പ്രതി വിദേശത്ത് കടന്നിരുന്നു. തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴാണ് ബിനുകുമാർ പിടിയിലായത്. പാറശാല പോലീസ് അറസ്റ്റ് ചെയ്ത് നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കൊല്ലം ചിതറ സ്വദേശി ഗോപു എന്ന ഗോപകുമാർ ആളൊരു മുക്കുടിയനാണ്. എന്നാൽ കാശ് കൊടുത്ത് കള്ളു കുടിക്കില്ല. അതിനാൽ മോഷണം നടത്തും. തക്കം കിട്ടിയാൽ മദ്യവും മോഷ്ടിക്കും. ചിതറയിലെ തട്ടുകടയിൽ നിന്ന് പണം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ഗോപു കല്ലമ്പലത്ത് ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കുമ്പോൾ പിടിയിലായി. മോഷണ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രതി വലയിലായത്. 2 സുഹൃത്തുക്കളുമൊത്താണ് ഗോപു മോഷ്ടിക്കാൻ എത്തിയതെന്നാണ് വിവരം. കൊല്ലം ചിതറയിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴായിരുന്നു മോഷണം. കടയിലെ ജീവനക്കാരൻ ഭക്ഷണം എടുക്കുന്നതിനിടെ മേശപ്പുറത്ത് പണം വാങ്ങിയിടുന്ന പാത്രത്തിൽ നിന്നും ഗോപു പണം എടുക്കുകയായിരുന്നു. 2 തവണയായി പണം എടുക്കുന്നത് CCTVയിൽ കാണാം. 200 കൂടുതൽ പൈസ ഇരിക്കുന്നുണ്ട്. ഒരു ഇങ്ങനെ ഇരിക്കുന്ന പൈസ ഇരിക്കുന്നുണ്ട്. ഭാര്യപ്പുരിരിക്കും. അന്ന് എനിക്ക് കൂടെ വന്ന് നിസാമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതേപോലെ എനിക്കൊരു ഡൗട്ടുണ്ട്, അവൻ്റെ കയ്യിൽ പൈസ വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ അന്ന് വിളിച്ചു പറഞ്ഞ് മുതലാളിയെ വിളിച്ചിട്ട് വന്നിട്ട് ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ
അപ്പോൾ ഇതിൽ നിന്ന് 2 തവണ വാരി വയ്ക്കുന്നതുണ്ട്. കടയിലെ ജീവനക്കാരന് സംശയം തോന്നി കടയുടമയെ വിവരമറിയിച്ചു. തുടർന്ന് ഉടമ മുനീർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം മനസ്സിലായത്. കവർച്ചയുടെ ദൃശ്യം ഉൾപ്പെടെയാണ് ചിത്ര പോലീസിൽ മുനീർ പരാതി നൽകിയത്. 2 സുഹൃത്തുക്കളുമൊത്താണ് ഗോപു കടയിലെത്തിയിരുന്നത്. ഇതിനിടെ കല്ലമ്പലം ബിവറേജസിൽ നിന്നും മദ്യം മോഷ്ടിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇയാൾ തന്നെയാണ് അവിടെയും കവർച്ച നടത്തിയതെന്ന് വ്യക്തമായി. ഇതോടെ കല്ലമ്പലം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ചിത്ര പോലീസ് ഗോപുവിനെ കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറത്തെ കുപ്രസിദ്ധ മോഷ്ടാവാണ് മണവാളൻ ഷാജഹാൻ. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിൽ പ്രതിയായ ഷാജഹാൻ വീണ്ടും പിടിയിലായി. മലപ്പുറം പെരുമണ്ണയിലെ വീട്ടിൽ നിന്നും പണം കവർന്ന കേസിലാണ് ഷാജഹാൻ കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി 100-ലധികം മോഷ്ട കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. കുപ്രസിദ്ധ മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ എന്ന ഷാജഹാനെ കൽപ്പകഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പെരുമണ്ണ ചെട്ടിയാം കിണറിലെ വീട്ടിൽ നിന്നും 75,000 രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ്. വേങ്ങരയിൽ നിന്നാണ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ വിവിധ ജില്ലകളിലും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി 100-ലധികം മോഷണ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഷാജഹാനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇതോടെ കൂടുതൽ കേസുകൾ തെളിയുമെന്ന പ്രതീക്ഷയിലാണ് കൽപ്പകഞ്ചേരി പോലീസ്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചി അരയൻകാവിലെ മധ്യവയസ്കയുടെ മരണത്തിൽ മകൻ കസ്റ്റഡിയിൽ. വെളുത്താൻകുന്ന് സ്വദേശി ചന്ദ്രികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സംഭവത്തിലാണ് മകൻ അഭിജിത്തിനെ മുളന്തുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലഹരിക്കടിമയായ ഇയാൾ അമ്മയെ നിരന്തരം മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം. ചിറയൻകീഴിൽ മത്സ്യക്കച്ചവടക്കാരനെയും ഭാര്യാമാതാവിനെയും മാരകായുധങ്ങളുമായി ആക്രമിച്ച ശേഷം പണവും സ്വർണവും കവർന്ന സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ചിറയൻകീഴ് സ്വദേശി മനോജ് എന്ന് വിളിക്കുന്ന രാജീവാണ് അറസ്റ്റിലായത്. മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും കാറിൽ കൊണ്ടുനടന്ന് വിൽപ്പന നടത്തിയാൽ കുളത്തുപുഴ പോലീസിന്റെ പിടിയിൽ. വെള്ളില സ്വദേശി ശ്രീജിത്താണ് 54 കുപ്പി മദ്യവുമായി പിടിയിലായത്. കോഴിക്കോട് മുക്കത്ത് ഇലക്ട്രോണിക്സ് കടയിൽ കയറി 23,000 രൂപ അപഹരിച്ച പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. അസം സ്വദേശി ജിയാബുർ റഹ്മാനെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. ഡൽഹിയിൽ പ്രഭാത നടത്തത്തിനിടെ കോൺഗ്രസ് MP സുധാ രാമകൃഷ്ണന്റെ 4 പവന് സ്വർണ്ണമാല കവർന്നു. ചാണക്യപുരയിലെ പോളണ്ട് എംബസിക്ക് സമീപമാണ് സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് മാല കവർന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ടീച്ചർ വഴക്ക് പറയുമോ? നമ്മുടെ നാട്ടിലെ പല കുട്ടികൾക്കും ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പേടിയാണ്. ഇത്തരം ഭയം കുഞ്ഞുങ്ങളെ കൂടുതൽ അരക്ഷിതരാക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും മനസ്സ് പതറുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. കണ്ണൂർ പരിയാരത്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ മനോവിഷമത്തിലാണ്. പിലാത്തറ മേരി മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി അജുൽ രാജാണ് വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ചത്. മാർക്ക് കുറഞ്ഞതിന് സ്കൂളിൽ നിന്ന് വഴക്ക് പറയുമോ എന്ന് അജുലിന് പേടി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. പരീക്ഷയെ പേടിക്കുന്ന മക്കളോട് ഒരു കാര്യം പറയട്ടെ, പരീക്ഷകളിലെ വിജയമോ തോൽവിയോ അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. ആത്മഹത്യ തോൽവിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.